ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു പോരാട്ടമായിരുന്നു ഉഹുദ് യുദ്ധം. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കതൊരു പരീക്ഷണമായിരുന്നു. ഐതിഹാസികമായ ബദർ യുദ്ധത്തിൽ നേരിട്ട കനത്ത തോൽവിക്ക് പകരം വീട്ടുകയായിരുന്നു ഖുറൈശികളുടെ ലക്ഷ്യം. 700 പേർ മാത്രമുള്ള മുസ്ലിം സൈന്യം 3000-ഓളം വരുന്ന ശത്രു സൈന്യത്തോട് ഏറ്റുമുട്ടി. യുദ്ധം ആരംഭിച്ച സമയം മുസ്ലിങ്ങളുടെ ശക്തമായ പ്രതിരോധം കാരണം ശത്രുക്കൾ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചെന്ന് തെറ്റിദ്ധരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബദുർമാത്ത് കുന്നിന്മേൽ നിർത്തിയ അമ്പെയ്ത്തുകാരിൽ പലരും സമ്മതമില്ലാതെ താഴേക്ക് ഇറങ്ങി വന്നു. ഈ അവസരം മുതലെടുത്ത ഖുറൈശികളുടെ കുതിരപ്പടയാളികൾ ജബദുർമാത്തിന്റെ പിറകിലൂടെ വന്ന് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ മുസ്ലിങ്ങളിൽ പലരും ഷഹീദായി. പിന്തിരിഞ്ഞോടിയ ശത്രു സൈന്യം വീണ്ടും തിരിച്ചുവന്ന് ആക്രമണം തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ച ശത്രുക്കളിൽ നിന്നും മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കവചം തീർത്തു. ഈ യുദ്ധം മുസ്ലിങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടാക്കി. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ പ്രമുഖരായ സ്വഹാബികൾ ഷഹീദായി. നേതൃത്വത്തെ പൂർണ്ണമായും അനുസരിക്കുക എന്ന വലിയൊരു പാഠം മുസ്ലിമീങ്ങൾക്ക് അനുഭവത്തിലൂടെ ലഭിച്ച വലിയൊരു പോരാട്ടമായി ഉഹുദ് മാറുകയായിരുന്നു.